ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാവുമ്പായി സ്വദേശിനി ശ്രീമതി ജയലക്ഷ്മി പ്രകാശിനെയാണ്. വിവിധ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് കൃഷിക്കായി ജീവിതത്തിന്റെ നല്ലൊരു പങ്കും മാറ്റിവെച്ച ഒരു ധീരവനിത കൂടിയാണ്. ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ വീട് സ്വന്തം സ്വദേശം കാസർഗോഡാണ്. നമ്മളെല്ലാം പോയി കഴിഞ്ഞാലും നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഇവിടെ വേണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. കാരണം ജൈവകൃഷി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു. കാരണം ഇതൊന്നും ജയിക്കാൻ പോകുന്നില്ല, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ച ആൾക്കാർ വരെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ ഒരുപാട് വെല്ലുവിളികൾ പ്രതിസന്ധികളിലൂടെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു പടം ഹൗൾഡ് അറിയുവാണ്. നിരുപമ രാജീവ് എന്ന മഞ്ജു വാര്യരുടെ ഒരു കഥാപാത്രം. അപ്പം അവര് അതിലൂടെ നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതിന് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരൊരുപാട് കഷ്ടപ്പെട്ടു. രാസവളം നമ്മുടെ മണ്ണിൽ നിന്ന് പാടെ മാറണമെങ്കിൽ മിനിമം ഒരു 3 വർഷമെങ്കിലും എടുക്കും. വിഷമയമായ പച്ചക്കറി തന്നെയാണെന്ന് എനിക്ക് 100% നിങ്ങളോട് പറയാൻ പറ്റും. നമുക്കറിയാം, നമുക്ക് വിഷരഹിതമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ ജൈവ കൃഷി ചെയ്തേ പറ്റൂ. 2016 കേരളത്തിലെ ബെസ്റ്റ് റിസോഴ്സ് പേഴ്സണൽ അവാർഡ് പ്രധാനമന്ത്രി അടുക്കുന്ന വാങ്ങിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. 2024 ദേശീയ കൃഷി ജാഗരണ അവാർഡ് ഡൽഹിയിൽ വാങ്ങിക്കാനും ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലേക്ക് മാത്രം കയറ്റി അയക്കാൻ പ്രത്യേകം ഒരു പച്ചക്കറിയോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അതിന്റെ കുറേ കാര്യങ്ങൾ ആ ഒരു പാവം കർഷകൻ ഞങ്ങളോട് പറഞ്ഞത്. അത്തരം കെമിക്കലുകൾ അതിൽ അവർ ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇത് ഞങ്ങളുടെ നേരിട്ടൊരു അനുഭവമാണ്. കൃഷിയാണ് അടിസ്ഥാന ഘടകം. അതിനുവേണ്ടി അത് ചെയ്യാൻ വേണ്ടി നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ആരാണ് ജയലക്ഷ്മി? എൻ്റെ പേര് ജയലക്ഷ്മി എന്നാണ്. കണ്ണൂരാണ് സ്വദേശം. കണ്ണൂർ ശ്രീകണ്ഠപുരത്താണ്. ഞാനിപ്പം കഴിഞ്ഞ 2016 മുതൽ ജൈവകൃഷി മേഖലയിൽ ജൈവകൃഷിയുടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര വർഷമായി ഫീൽഡിലേക്ക് വന്നിട്ട്? ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഞാൻ ഏകദേശം 2016 ഇപ്പൊ 2026 ഏകദേശം ഒരു 10 വർഷമായി ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ സത്യത്തിൽ ഒരു ചെറിയൊരു കഥയാണ്. ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ വീട് സ്വന്തം സ്വദേശം കാസർഗോഡാണ്. ഞാൻ ഇപ്പോഴാണ് കണ്ണൂര് താമസിക്കുന്നത്. കല്യാണം കഴിച്ചു വന്നതാണ് കണ്ണൂരേക്ക്. അപ്പൊ എന്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു, കർഷകനായിരുന്നു. ഇപ്പൊ ചെറുപ്പം മുതലേ നമ്മൾ കൃഷി കണ്ടുവരുന്നുണ്ട്. പക്ഷെ കൃഷി എന്താണെന്നോ അതിന്റെ ആദ്യപാഠം എന്താണെന്നോ അച്ഛനിലൂടെ കണ്ടു വളർന്ന് വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കാസർഗോഡ് ജില്ലയെ കുറിച്ച് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻഡോസൾഫാൻ എന്ന ഒരു മാരക വിപത്ത് അല്ലെ, ആ ഒരു ദുരന്തത്തിലൂടെ കടന്നുപോയ കുറെ കാലം, പണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴും ചില ഭാഗങ്ങളിൽ എൻഡോസൾഫാന്റെ വിപത്ത് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് പത്രമാധ്യമങ്ങളുടെയും നമുക്ക് കാണാൻ പറ്റും. എന്താ പറയാ, വലിയ തലയും ചെറിയ ഉടലുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ഓരോ ദിവസവും ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു പ്രവണത കൂടി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം ഞാനൊക്കെ ഇതിങ്ങനെ കണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് എന്നെ ജൈവകൃഷിയിലേക്ക് എത്തിച്ചത്. അത് തീർച്ചയായിട്ടും ഇപ്പൊ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നതാണ് പറയാനുള്ളത്. അപ്പൊ ഇതിനു മുന്നേ ഏതൊക്കെ മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? ഞാൻ 5 വർഷം കുടുംബശ്രീ മിഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. അതിനു മുമ്പ് ശരിക്കും എൻ്റെ ഒരു ഫീൽഡ് മെഡിക്കൽ ഫീൽഡായിരുന്നു. എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞു. ശേഷം ഇവിടെ കല്യാണം വന്നതിന് ശേഷം ഞാൻ വർക്കിന് പോയിട്ടില്ല. പിന്നെ 2012 ഞാൻ കുടുംബശ്രീ മിഷനിലെ ട്രെയിനറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ താഴെ തട്ടിലുള്ള പ്രത്യേകിച്ച് കുടുംബശ്രീ സ്ത്രീകൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ട്രെയിനിങ് അത് ചെയ്യുന്ന ഒരു പോസ്റ്റായിരുന്നു എനിക്ക്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ശുചിത്വ മിഷന്റെ വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വർഷം അവർ ട്രെയിനർ പോസ്റ്റിലിരുന്നു. ശേഷമാണ് ഞാൻ ഈ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ ഈ ലാബ് ടെക്നീഷ്യനിൽ നിന്നും അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റമായിരുന്നു? അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പഠനത്തിന് ശേഷമാണ് ഞാൻ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ് തിരഞ്ഞെടുത്തത്. ശേഷം ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീ മിഷനിലേക്ക് മാറി. അവിടെ നിന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ എൻഡോസൾഫാൻ, അത് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് നമ്മളെല്ലാം പോയി കഴിഞ്ഞാലും നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഇവിടെ വേണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെയാണ് ഞാനൊരു സ്ഥാപനത്തിൽ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ 3 വർഷം ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. അത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ജൈവകൃഷി പഠിക്കണം. അതിനുവേണ്ടി MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ടാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഫാമിലി സപ്പോർട്ട് മാത്രമല്ല, കുറച്ച് നല്ല ഫ്രണ്ട്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ ഞാൻ ഒരുപാട് വെല്ലുവിളികൾ
പ്രതിസന്ധികളിലൂടെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വന്ന ഒരാളാണ്. കാരണം ജൈവ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു. കാരണം ഇതൊന്നും ജയിക്കാൻ പോകുന്നില്ല, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ച ആൾക്കാർ വരെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. ഇത് എവിടെ എത്തുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്തെങ്കിലും ഇതുകൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആശയമാണ് ഒരു 10 വർഷമായിട്ടുള്ള ഒരു യാത്രയിലൂടെ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. തീർച്ചയായിട്ടും ഇന്ന് അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയാൻ പറ്റും, അത് പ്രതീക്ഷത്തിനപ്പുറം നമുക്കൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫീൽഡ് റെയർ ആണല്ലോ, അപ്പൊ അതിലേക്ക് വരുമ്പോൾ ഉള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്? തീർച്ചയായിട്ടും, അതായത് നമ്മളിപ്പോ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴായാലും അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു, റെയർ ആയിട്ടുള്ള ഒന്നാണ് ഈ ജൈവ കൃഷി എന്ന് പറയുന്നത്. ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തിൽ ഒരുപാട് കർഷകർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അതില് സമ്മിശ്ര കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രാസവളങ്ങളും രാസ കീടനാശിനികളും ജൈവവളങ്ങളും അതിൻ്റെതായ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് ഇന്ന് കേരളത്തിൽ കൂടുതലുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഇവരെ ഒരു ജൈവ കൃഷിയിലേക്ക് കൊണ്ടുപോകാൻ പെട്ടൊരു പാട് ചെറിയൊരു പാടല്ല. ഒരുപാട് അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഒരുപാട് കർഷകരെ ഇതിലേക്ക് എത്തിച്ചത്. പിന്നെ രണ്ടാമത് എനിക്കൊന്ന് പറയാനുള്ളത്, നമുക്കിപ്പോ രാസവളം ചെയ്യുന്ന ഒരു കർഷകനെ അല്ലെങ്കിൽ രാസരൂപത്തിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പെട്ടെന്ന് നമുക്ക് ജൈവ കൃഷിയിലേക്ക് മാറ്റാൻ പറ്റില്ല. നല്ല പാടുണ്ട്. ഒന്ന്, അവരെ ബോധവൽക്കരിക്കണം. പിന്നെ അവരുടെ മണ്ണും കാര്യങ്ങളും അതുമായി പൊരുത്തപ്പെട്ട് വരണം. ശരിക്കും പറഞ്ഞ ഒരു 3 വർഷമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. അതായത് രാസവളം നമ്മുടെ മണ്ണിൽ നിന്ന് പാടെ മാറണമെങ്കിൽ മിനിമം ഒരു 3 വർഷമെങ്കിലും എടുക്കും. അപ്പൊ ആ രീതിയിൽ കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജൈവ കൃഷിയുടെ ബാലപാഠങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്നെക്കാൾ ഒരുപാട് അറിവുള്ള ആൾക്കാരാണ് കർഷകരെന്ന് പറയുന്നത്. നമ്മൾക്കെന്ന് വെച്ചാൽ പഠിച്ചറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണ്, ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പഠിച്ചറിവ് മാത്രമല്ല കേട്ടോ, ഞാൻ അവരുടെ കൂടെ ഫീൽഡിൽ ഇറങ്ങി അവരുടെ അനുഭവങ്ങൾ കൂടി പഠിക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഗുരു. മാത്രമല്ല, എന്നെ കല്യാണം കഴിച്ചു വന്ന ഒരു കാർഷിക കുടുംബത്തിലാണ്. അവിടെയും കൃഷി എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ കർഷകരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച അറിവ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. മാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കൂടുതലും ക്ലാസ് എത്തിക്കുന്നത് കുട്ടികളിലേക്കാണല്ലോ, അപ്പൊ അതിന്റെ റീസൺ എന്താണ്? തീർച്ചയായും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണത്. കാരണം കുട്ടികളിലേക്ക് ഇത് എത്തിച്ചെങ്കിൽ മാത്രമേ ഇനി ഭാവിയുള്ളൂ നമുക്ക്. നമ്മളൊക്കെ ആയുസിന്റെ പകുതി മുക്കാലൊക്കെ ആയി. പക്ഷെ ഇനി വരുന്ന കുട്ടികളിലേക്ക് ജൈവ രീതിയിലുള്ള ജൈവ കൃഷി, കാരണം കൃഷി ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ എല്ലാ മേഖലകളിലും ഇപ്പം നമുക്കറിയാം, +2 കഴിഞ്ഞ് ചില കുട്ടികൾ ഡിഗ്രി പഠിക്കുന്നു, ചില കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. പക്ഷെ അഗ്രികൾച്ചർ മേഖലയിലേക്ക് എത്ര കുട്ടികൾ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് അഗ്രികൾച്ചർ. മാത്രമല്ല, അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നിലനിൽപ്പുള്ളൂ. അത് നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ സ്കൂൾ തലത്തിൽ ചെറിയ ചെറിയ കുട്ടികൾക്കാണ് ക്ലാസ്സുകൾ കൊടുത്ത്, അതായത് എന്തിനാണ് ജൈവ കൃഷി, നമുക്കറിയാം നമുക്ക് വിഷരഹിതമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ ജൈവ കൃഷി ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് ഉതകുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ മാത്രമല്ല, ഓരോ കുട്ടികൾക്കും പല സ്കൂളുകളിലും നമ്മൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും വിത്ത് കൊടുക്കും. നമ്മൾ ആ വിത്ത് മണ്ണിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ച് ഒരു വിളവെടുക്കുമ്പോഴായിരിക്കും ഒരു കുട്ടിക്ക് അതിൽ നിന്ന് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പൊ അതൊരു കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ മക്കളെല്ലാം മൊബൈലിലാണല്ലേ. സോഷ്യൽ മീഡിയ ആയാലും കമ്പ്യൂട്ടർ ആയാലും കുട്ടികളെല്ലാം നമുക്ക്, ഇപ്പൊ ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കാണാം, നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും കാണുന്നില്ല ഇന്ന്. അത് കുട്ടികൾ മാത്രമല്ല, നമ്മളെ പോലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാം, കൂടുതലും സോഷ്യൽ മീഡിയയിലേക്കൊന്നും പോകാതെ, സോഷ്യൽ മീഡിയ മാത്രമല്ല നമുക്കറിയാം ഒരുപാട് ലഹരിയും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുട്ടികൾക്ക് എന്ത് കൊടുക്കാം, അവരെങ്ങനെ പുതിയൊരു ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് ഈ ഒരു സ്കൂൾ തലത്തിലേക്ക് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സിനെ സമീപിക്കും. അവർ ഫുൾ സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് തന്നെ വിത്ത് കൊടുത്തുകൊണ്ട് അവർ തന്നെ പരിപാലിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവരുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരികമായുള്ള മാറ്റത്തിനും അത് കാരണമാകുന്നുണ്ട്. കർഷകർക്ക് വേണ്ടി സർക്കാർ പദ്ധതികൾ യഥാസമയം അവരറിയുന്നുണ്ടോ? കർഷകർക്ക് വേണ്ടി കേരളം, അതായത് സർക്കാർ ഒരുപാട് പദ്ധതികളും ഒരുപാട് ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കർഷകർ അത് അറിയുന്നു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലായാലും ഒരു കൃഷിഭവനുണ്ട്. തീർച്ചയായും കർഷകർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത്. പക്ഷെ കർഷകരത് യഥാസമയം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അറിവ് ഇല്ലായ്മ കൊണ്ടാകാം, ഒരുപക്ഷെ അവരതിലേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാവാം.
അപ്പൊ പല കാരണങ്ങളായിരിക്കാം അത്. പക്ഷെ കൃത്യമായി വാങ്ങിച്ചെടുക്കുന്ന കർഷകർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ എനിക്ക് കർഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു കൃഷിഭവൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉള്ളത്. ഒരുപാട് കൃഷി ഓഫീസർമാർ, നല്ല കൃഷി ഓഫീസർമാർ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ പാടത്തും പറമ്പിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഒരുപാട് കൃഷി ഓഫീസർമാർ അവരുടെ കൂടെയുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ കർഷകരെ തീർച്ചയായിട്ടും നിങ്ങൾ കൃഷിഭവനുമായിട്ട് സമീപിക്കുക. നിങ്ങൾക്ക് കാലാകാലം യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡിയും ആനുകൂല്യങ്ങളും യഥാസമയം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ദൗത്യം. പിന്നെ ഈ പറഞ്ഞ സമയത്ത് ഒരു പക്ഷെ കിട്ടണമെന്നില്ല. ഓരോ പല കാരണങ്ങൾ കൊണ്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 മാസം നീണ്ടു പോകുമ്പോൾ കർഷകർ തന്നെ, ഞങ്ങളടുത്ത് ഒരുപാട് കർഷകർ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലേക്ക് പോകാതെ വീണ്ടും അതിനെ ഫോളോ അപ്പ് ചെയ്താൽ കൃത്യമായിട്ടും യഥാസമയം നമുക്കത് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു കർഷകർക്ക് ഇത്ര പദ്ധതികൾ ഉള്ളത് അവർ അറിയുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നം. അതെ, തീർച്ചയായിട്ടും അറിവില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. അവരതിലേക്ക് പോകുന്നില്ല. അവരായി അവരെ പാടത്ത് അവരെ പറമ്പത്തും അവർ ചെയ്യുന്ന കൃഷിയുമായി അവർ ഒതുങ്ങി എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് കൂടി അവര് കൃത്യമായി അറിവ് വലിയൊരു ഘടകം തന്നെയാണ്. എന്തൊക്കെയാണ് നമുക്ക് സർക്കാർ തരുന്നത് എന്നുള്ളത് ഓരോ കർഷകനും തിരിച്ചറിയണം. യഥാസമയം അത് വാങ്ങിയെടുക്കാൻ ഓരോ കർഷകനും ശ്രദ്ധിക്കണം. വുമൺ എംപവർമെന്റിന് വേണ്ടിയും ക്ലാസ് എടുക്കുന്ന ഒരാളാണല്ലോ. തീർച്ചയായും അതിന്റെ ഒരു അനുഭവം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, 2014 മുതൽ ഞാൻ കുടുംബശ്രീ മിഷനുമായിട്ട് സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു മേഖലയിലാണ്. അവിടെ നമുക്കറിയാം, കുടുംബശ്രീ എന്ന് പറയുമ്പോൾ തന്നെ അടുക്കളയിൽ ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴും 100% എംപവർമെന്റ് ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് 100% ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ കുറെ ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവർക്കൊരു വരുമാനം, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് മറ്റൊരു ധർമ്മം അല്ല. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിലേ നമുക്ക് സമൂഹത്തിന് വിലയുള്ളൂ. അതുകൂടി സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വരുമാനത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് അത് നയിക്കാനുള്ള കാരണങ്ങളും കൂടി ഞങ്ങൾ ടീം വർക്കായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുപാട് സ്ത്രീകൾ ഇന്ന് വിജയത്തിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഒരു ട്രെയിനർ എന്ന നിലയിൽ മാമിന് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്? കുടുംബശ്രീ മിഷൻ, ഞാൻ 15 വർഷം കുടുംബശ്രീ മിഷനിലായിരുന്നു. ആ സമയത്ത് 2016 അതിന്റെ കൂടെ ഞങ്ങൾ ശുചിത്വ മിഷന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 കേരളത്തിലെ ബെസ്റ്റ് റിസോഴ്സ് പേഴ്സണൽ അവാർഡ് ഗുജറാത്തിൽ നിന്ന് പ്രധാനമന്ത്രി എടുക്കുന്ന വാങ്ങിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. 2024 ഈ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് ദേശീയ കൃഷി ജാഗരണ അവാർഡ് ഡൽഹിയിൽ വാങ്ങിക്കാനും ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നാട്ടിലുള്ള ഈ ക്ലാസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ലബ്ബുകള്, സംഘടനകള്, അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. കാരണം ഒരു നാട് നമ്മെ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുറെ അവാർഡ്സുകൾ വാങ്ങിക്കാൻ ഇടയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ ഈ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠനത്തിന്റെ ഭാഗമായി തമിഴ്നാട്, കർണാടക 2 സ്റ്റേറ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ കാരണം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും സ്വീകരിക്കുന്ന പച്ചക്കറികളും അല്ലെങ്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് തമിഴ്നാടും കർണാടകയാണ്. അപ്പൊ ഞങ്ങൾ കാസർഗോഡ്, കണ്ണൂർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് കർണാടകയാണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്ത സമയത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേകമാണ് അവിടെ പച്ചക്കറി ഉണ്ടാകുന്നത്. കാരണം അത് ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ്. അപ്പൊ ഞങ്ങൾ തലേ ദിവസം അവിടെ പോയി രാവിലെ ഞങ്ങൾ പാടത്ത് നിന്ന്, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറമ്പിൽ ചെയ്യുന്ന ഇപ്പൊ വെള്ളരി ആയാലും കക്കരി ആയാലും നമ്മൾ പച്ചക്ക് പറിച്ച് കഴിക്കും. പക്ഷെ അവിടെ ഞങ്ങൾ പോയ സമയത്ത് രാവിലെ ഞങ്ങളൊരു കക്കരി, ഒരു പിഞ്ച് കക്കരി വെറുതെ ഒന്ന് പച്ചക്ക് പറിച്ച് കഴിക്കാൻ നോക്കുമ്പോൾ അതുണ്ടാക്കിയ കർഷകൻ ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ കേരളക്കാരാണോ എന്ന് പാവം ആ കർഷകൻ അറിയില്ല കേട്ടോ. അദ്ദേഹം ഓടി വന്ന് പറഞ്ഞു, അയ്യോ അത് കഴിക്കരുത്, ഇത് കേരളത്തിലേക്ക് കയറ്റി അയക്കാനുള്ള പച്ചക്കറികളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷായിട്ട് എൻ്റെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന പച്ചക്കറി കഴിക്കാൻ തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് സത്യം ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിന്നത്. അപ്പൊ കേരളത്തിലേക്ക് മാത്രം കയറ്റി അയക്കാൻ പ്രത്യേകം ഒരു പച്ചക്കറിയോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അതിന്റെ കുറേ കാര്യങ്ങൾ ആ ഒരു പാവം കർഷകൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പ്രധാനമായിട്ടും പച്ചക്കറികൾ നമ്മുടെ അടുക്കളയിൽ കേടുകൂടാതെ 1 മാസം 2 മാസമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും
കേടുകൂടാത്ത തരത്തിലുള്ള രാസകെമിക്കലുകൾ അവർ ചേർക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളാണ് നമ്മുടെ വീട്ടിലൊരു തക്കാളിയോ അല്ലെങ്കിൽ ഒരു വെണ്ടയോ ഒരു പച്ചമുളകോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ച, അതിനപ്പുറത്തേക്ക് നിൽക്കില്ല, അത് ചീഞ്ഞ് വളമായിട്ട് അവിടെ മാറും. അപ്പോൾ അത് അത്രയും ശുദ്ധമാണ്. പക്ഷെ ഇത്രയും മാസങ്ങളും അല്ലെങ്കിൽ ആഴ്ചകളും നമ്മുടെ അടുക്കളയിൽ അത് കേടുകൂടാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം കെമിക്കലുകൾ അതിൽ അവർ ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇത് ഞങ്ങളുടെ നേരിട്ടൊരു അനുഭവമാണ്. എന്നതിന് ശേഷം ഞങ്ങൾ അദ്ദേഹവുമായിട്ട് കുറെ സംസാരിച്ച് ആ കർഷകന്റെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഇത് പ്രത്യേകം ആയി ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ അതിലേക്ക് പോയത്. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, 2 മക്കള് പോട്ടെ, അല്ലെങ്കിൽ 5 പേരടങ്ങുന്ന ഒരു കുടുംബം. ആ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് 1 2 പച്ചമുളക് അല്ലെങ്കിൽ 1 2 തക്കാളി, 1 2 വെണ്ട, എന്താണോ നമുക്ക് ആവശ്യം അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് ഒരുപാട് ഏക്കർ കണക്കിനോ സെന്റ് കണക്കിനോ സ്ഥലമൊന്നും വേണ്ട. ഒരു 3 4 ഗ്രോ ബാഗ്. ഇപ്പൊ ഞങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വരുമാനം ഉതകുന്ന തരത്തിൽ അവർക്ക് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം. അവരോട് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത്, ഇനി ചെറിയൊരു വീടാണെങ്കിലും അതിന് ടെറസ് ഉണ്ടെങ്കിൽ അവിടെ എത്ര ഗ്രോ ബാഗാണ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ചെയ്യാം. ഇനി വീട്ടുമുറ്റത്ത് ചെറിയൊരു മുറ്റം നമുക്ക് ഉണ്ടാവുമല്ലോ, അവിടെ എവിടെയെങ്കിലും ഒരു 4 5 ഗ്രോ ബാഗ്, 2 3 ഗ്രോ ബാഗ്, അതിൽ നിങ്ങൾ എന്തെങ്കിലും പച്ചക്കറി ചെയ്തിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വിഷരഹിതമായിട്ട് ചെയ്യുക. അതിന് കുഞ്ഞുമക്കളെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂടി പ്രോത്സാഹിപ്പിക്കുക. അവരാണല്ലോ ഇനി ഭാവി തലമുറ എന്ന് പറയുന്നത്. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പൊ മാം നേരത്തെ പറഞ്ഞു കർഷകർക്ക് വേണ്ടി ക്ലാസ്സുകളും മറ്റും എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാവരിലേക്ക് എത്തിക്കാൻ, കർഷകർക്കും അല്ലാത്തുള്ളവർക്കും സമൂഹത്തിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ മാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പൊ നേരത്തെ പറഞ്ഞു, കർഷക സംഘടനകൾക്കാണ് പ്രധാനമായിട്ട് ക്ലാസ് കൊടുക്കുന്നത്. സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് തലത്തിൽ, അതായത് ജൈവ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പഞ്ചായത്തുകൾ നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. അതിനെ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് ക്ലാസ് കൊടുക്കാൻ ഓരോ പഞ്ചായത്തും നമ്മളോട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചായത്തുകളിൽ കർഷകർക്കും അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർമാർക്കും, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണോ താല്പര്യം അവർക്കെല്ലാവരും നമ്മൾ സേവനമായിട്ട് തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത്. അതിൽ യാതൊരു ഫീസോ കാര്യങ്ങളും ഞങ്ങൾ ഈടാക്കുന്നില്ല. കാരണം ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പൊ നാളെ നമുക്കറിയാം, ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ നിരുപമ രാജീവ് എന്ന മഞ്ജു വാര്യരുടെ ഒരു കഥാപാത്രം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കഥാപാത്രമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം മഞ്ജു ചേച്ചിയെ. അപ്പം അവര് അതിലൂടെ നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതിന് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരൊരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നാളെ ലോകം അറിയുന്ന തരത്തിലേക്ക് ഈ ജൈവ കൃഷി പ്രചരിപ്പിക്കുക. അത് നമ്മളിലൂടെ മാത്രം, നമ്മളതിൽ ഒരു ഘടകം മാത്രമാണ്. ഇത് ബാക്കിയുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുത്ത് അവരുടെ അറിവുകൾ കൂടി സമൂഹത്തിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി ഞാൻ ഇപ്പം മൈൽ സ്റ്റോൺ സ്റ്റോറീസ് ബൈ ജയ എന്നൊരു കൃഷിയുടെ ഒരു ചാനൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൽ കർഷകർക്ക് മാത്രം അല്ല, എല്ലാവർക്കും, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ചാനലാണ്. അതിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞറിവുകളായിട്ട്, എനിക്ക് ഒരുപാട് അറിവൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു അറിവുകൾ മാത്രം ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നു. ഒരു കൃഷിയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് പുതുതായിട്ടൊരു കൃഷിയിലേക്ക് പോകുന്ന ഒരാൾക്ക് പ്രധാനമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം അതിനും ഒരുപാട് സപ്പോർട്ടീവായിട്ട് നമ്മുടെ ജനങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പം നാളെയുടെ വാഗ്ദാനമായിട്ട് അത് മാറാൻ എല്ലാവർക്കും അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെയുള്ള തലത്തിലും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഇത്രയും നേരം സംസാരിക്കുമ്പോഴും ഇതിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ആ സിനിമ തന്നെയാണ് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്, ഹൗ ഓൾഡ് ആർ യു എന്നുള്ളൊരു പടം. ആ സിനിമ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? 100%. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു പടം ഹൗ ഓൾഡ് ആർ യു ആണ്. കാരണം അതിൽ നേരത്തെ പറഞ്ഞു, നിരുപമ രാജീവ് എന്നൊരു കഥാപാത്രം തുടക്കം മുതൽ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു ലക്ഷ്യം. ഇപ്പം എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ജൈവകൃഷി എന്ന് പറഞ്ഞതുപോലെ അവരുടേതായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് വീട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയിലും കൂടി പറഞ്ഞ സമയത്ത് ആ പച്ചക്കറികൾ ഓരോ വീടിന്റെ ടെറസിലും ചെയ്തിട്ടാണ് ആ കഥാപാത്രം മുന്നോട്ട് പോയത്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ അവരെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഇപ്പം എൻ്റെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഞാൻ അവർക്ക് ക്ലാസ്സുകളായാലും അതിന് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ ആ ഒരു ഞാൻ ഉദ്ദേശിച്ച തരത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ താഴേക്ക് പോകുമ്പോഴും ആ കഥാപാത്രത്തെ ഓർമ്മ വരും, വീണ്ടും മുന്നോട്ടേക്ക് പോകും. അപ്പം ഏതായാലും 10 വർഷത്തിലേക്ക് എത്തി തീർച്ചയായിട്ടും ഇത് വിജയം കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിനെല്ലാവരും എന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം കൂടി. അപ്പൊ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കീടനാശിനികളും കെമിക്കൽസ് എല്ലാം കൃഷിയിൽ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് കീടനാശിനി ആണ് നമ്മുടെ പ്രധാന വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പൊ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ഓക്കെ. ഒരു ജീവി വരുമ്പോൾ നമുക്കത് വിഷയമല്ല. പക്ഷെ ആ ജീവി പെരുകി അത് കൂട്ടമായി വന്ന് നമ്മുടെ വിളകളെ ആക്രമിക്കുമ്പോഴാണ് നമ്മൾക്കത് കീടമായിട്ട് മാറുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ അതിനു വേണ്ടി കർഷകർ എന്താ സാധാരണ ചെയ്യുന്നത്? ആദ്യം കുറച്ച് വിഷമുള്ള ഏതെങ്കിലും കീടനാശിനി തളിക്കും. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ കീടങ്ങൾ അതിലേക്ക് ആകർഷിക്കുമ്പോഴാണ് അതിനെ നശിപ്പിക്കാനായിട്ട് വീര്യം കൂടിയ പോയിസണിലേക്ക് കർഷകർ പോകുന്നത്. അപ്പം അങ്ങനെ കൂടുതലായി നമ്മൾ വീര്യം കൂടിയ കീടനാശിനികൾ തളിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വിളകളാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ മാറുന്നത്. വിഷമയമായ പച്ചക്കറി തന്നെയാണെന്ന് എനിക്ക് 100% നിങ്ങളോട് പറയാൻ പറ്റും. കാരണം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ 1-2 വെള്ളത്തിൽ കഴുകി അല്ലെങ്കിൽ 3-4 വെള്ളത്തിൽ കഴുകിയാലും അതിൽ 100% അടിച്ചിരിക്കുന്ന കീടനാശിനി പോകുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 80% നമുക്കത് കഴുകി കളയാവുന്നതുമാണ്. എങ്കിലും ബാക്കിയുള്ള 20% നമ്മുടെ പച്ചക്കറികളിൽ തന്നെയുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കല്ലുപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് കഴുകി, ഇപ്പൊ പച്ചക്കറി കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ കൈകൊണ്ട് തൊടാതെ അത് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യാം. പാചകം ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കഴുകി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത്, രാസകീടനാശിനി മാത്രം നമ്മുടെ ജീവികളെ തുരത്താൻ വേണ്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് ജൈവ കീട നിയന്ത്രണയിലേക്ക് നമുക്ക് മാറാം. ആ കീടത്തിനെ കൊല്ലണം നമുക്ക് യാതൊരു നിർബന്ധവും. പക്ഷെ അത് വിളകളെ ആക്രമിക്കുമ്പോൾ നമുക്ക് അതിനെ അവിടുന്ന് തുരത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അതിനെ അവിടുന്ന് മാറ്റിയേ പറ്റൂ. അതിന് നമുക്ക് ഒരുപാട് ജൈവ നിയന്ത്രണികൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുണ്ട്. മാർക്കറ്റിൽ നമുക്കിന്ന് കിട്ടാണ്ട് പുകയില കഷായൊക്കെ എത്രയോ നല്ല എക്സാമ്പിളാണ്. പുകയില കഷായമുണ്ട്, വേപ്പെണ്ണയുണ്ട്. നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ജൈവ കീട നിയന്ത്രണികൾ, അതായത് കീടങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്നതാണിത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമ്മൾക്ക് വിഷരഹിതമായ പച്ചക്കറി കഴിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ജൈവ കീട നിയന്ത്രണയിൽ തന്നെ പുകയില കഷായം നല്ലൊരു മരുന്നാണ്. അത്യാവശ്യം വരുന്ന ചെറു കീടങ്ങളെ തുരത്താൻ നല്ലതാണ്. പിന്നെ തുളസി കഷായം, വേപ്പെണ്ണ മിശ്രിതം, ഇതൊക്കെ ഒരു പരിധിവരെ മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വീര്യത്തിലേക്ക് ജൈവ കീട നിയന്ത്രണയിലേക്ക് പോകണം. ഇനി അത് എന്തൊക്കെയാണെന്ന് അറിയാൻ എൻ്റെ ചാനലായ മൈൽസ്റ്റോൺ സ്റ്റോറീസ് ബൈ ജയ കൃഷി ചാനലാണ്. അതിൽ ഒരുപാട് ടിപ്സുകൾ കർഷകർക്ക് വേണ്ടി പറയുന്നുണ്ട്. തീർച്ചയായും അതൊന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഒരു കൃഷിയെ പറ്റി കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ലാഭം കുറവാണ്, എന്നാൽ ഒത്തിരി നേരം വർക്കും ചെയ്യണം. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അഭിപ്രായത്തില് പാടത്തെ ജോലി പരമ്പത്ത് കൂലി എന്ന് പറയും. അതായത് എന്താണോ നമ്മൾ ചെയ്യുന്ന പണി അപ്പൊ തന്നെ റിസൾട്ട് കിട്ടണം. നമുക്കൊരു ക്ഷമയില്ല, പൊതുവേ നമുക്ക് ക്ഷമയില്ലാത്തൊരു കാലഘട്ടമാണ്. ശരിക്കും ആ ഒരു ചോദ്യത്തില് രാസകീടനാശിനിയും അല്ലെങ്കിൽ രാസവള പ്രയോഗം, ജൈവ കൃഷി, ഇത് രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായ തീർച്ചയായിട്ടും ജൈവ കൃഷിയിലൂടെയും രാസകൃഷി ചെയ്യുന്ന പോലെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ പ്രധാന ഒരു കാരണം എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം കോവിഡ് സമയത്ത് എല്ലാ മേഖലകളിലും ജോലിയില്ലാതെ പ്രവാസികൾ അടക്കം നാട്ടിലേക്ക് വരുമ്പോൾ കൃഷി മാത്രമാണ് അന്ന് നിലനിൽപ്പുണ്ടായത്. ആ നിലനിൽപ്പ് ഒന്നുകൂടി നിലനിർത്താൻ വേണ്ടിയിട്ട് യുവജനങ്ങളെല്ലാം കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണത നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പൊ കൃഷിയാണ് അടിസ്ഥാന ഘടകം. അതിനുവേണ്ടി, അത് ചെയ്യാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും, അല്ലെ? ഏത് കൃഷിയായാലും അത് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ നിലനിൽപ്പാണ് ആവശ്യം. ഇപ്പൊ ജൈവ കൃഷിയിലേക്ക് മാറിയാലും നമ്മൾ രാസവളം അല്ലെങ്കിൽ രാസകൃഷി ചെയ്യുന്ന തരത്തിലുള്ള അതേ റിസൾട്ട് ജൈവ കൃഷിയിൽ ഉണ്ടാവും. പക്ഷെ കുറച്ച് ശ്രമം നമുക്ക് വേണം. ഇപ്പൊ നമുക്കറിയാം, അലോപ്പതി മരുന്നും ഹോമിയോ മരുന്നും കഴിക്കുന്നത് പോലെയാണ്. ഹോമിയോ മരുന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, കുറച്ച് ശ്രമിച്ചാൽ മെല്ലെ മെല്ലെ റിസൾട്ടിലേക്ക് പോകും, പൂർണ്ണമായിട്ട് ആ രോഗം മാറുകയും ചെയ്യും. അലോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു പാരസിറ്റമോള് 600 mg പാരസിറ്റമോൾ പെട്ടെന്ന് പനി നിൽക്കും, പക്ഷെ പനിച്ചു പോകുന്നില്ല. പനി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ പനി പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് ക്ഷമയുണ്ടെങ്കിൽ നമുക്കൊരു ഹോമിയോ മരുന്ന് പോലെ ജൈവ കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും പലതരത്തിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഞങ്ങളടുത്ത് ഷെയർ ചെയ്യുക. അത് നമുക്ക് വലിയൊരു പാഠമായിട്ട് മാറും. കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരു തുടക്കക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താണ്? തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും താല്പര്യപ്പെട്ട് വരുന്ന കർഷകർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ പ്രധാനമായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് വിഷരഹിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്.
അപ്പൊ അതിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും, പ്രതിസന്ധികളുണ്ട്. കാരണം സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ടാവും, മണ്ണില്ലാത്ത ആൾക്കാരുണ്ടാവും, വെള്ളത്തിന്റെ പ്രശ്നം ഉള്ള ആൾക്കാരുണ്ടാവും. താല്പര്യമുണ്ട്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരുപാട് പുതുതലമുറയായാലും താല്പര്യമുള്ള ആൾക്കാരായാലും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. മണ്ണില്ലാത്തവരാണെങ്കിൽ മണ്ണില്ലാത്ത കൃഷി ചെയ്യാം. ഇനി സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു 2 വീലർ വെക്കുന്ന സ്ഥലം മതി 2 3 ഗ്രോ ബാഗ് വെക്കാൻ. ഒന്നുമില്ല, അതിനൊക്കെ ചെറിയ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. ഒരു 2 3 ഗ്രോ ബാഗ് വെച്ച് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അതിലുണ്ടാക്കാം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ടെറസിന്റെ മേലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമുക്ക് കൃഷിയോട് താല്പര്യം വേണം. താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോയ കുട്ടികളോട് പറയുന്നത്, നമ്മുടെ തേങ്ങ ചിരവിയ ചിരട്ട, ആ ചിരട്ടയിൽ മണ്ണ് നിറച്ച് ഒരു വിത്തിട്ട് കൊടുത്ത് അതിനെ പരിപാലിച്ച് പോയാൽ അതിൽ നിന്നൊരു വിളവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക്കിന്റെ കവറ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, അതൊക്കെ മുറിച്ച് അതിൽ മണ്ണിട്ടിട്ട് നമുക്ക് വിത്തിട്ട് ചെയ്യാം. അതായത് സ്ഥലമില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല എന്ന്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ ഇപ്പോഴേ ശീലിപ്പിക്കാൻ തുടങ്ങണം. അതായത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയുന്നത്. ഒരു വിത്ത് നമ്മൾ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് എവിടെയാണോ അത് നട്ട് നനച്ച് പരിപാലിക്കാനുള്ളൊരു സ്ഥലം, അതൊരു ചിരട്ടയിലാണെങ്കിൽ പോലും ഇപ്പോഴേ നമ്മളത് ശീലിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ശീലിപ്പിച്ചാൽ തീർച്ചയായും ഭാവിയിൽ വിഷരഹിതമായ പച്ചക്കറി കഴിക്കാനും അതിലൂടെ ഒരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ അവന് യാതൊരു സംശയവും ഉണ്ടാകില്ല. അവൻ നല്ലൊരു കുടുംബസ്നേഹിയായി മാറാനും ഇതിലൂടെ സാധിക്കും. അതിനെല്ലാ മാതാപിതാക്കളും ഇതിന് തയ്യാറാകണമെന്നതാണ് എനിക്കിതിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും നേരം നമ്മളോട് കൂടെ ചെലവഴിച്ച ജയലക്ഷ്മി മാമിന് ഒരുപാട് നന്ദി. അപ്പൊ ഇനി അങ്ങോട്ടേക്കും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.